ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ മലയാളം സിനിമ ലാലേട്ടൻ മമ്മൂട്ടി ചേട്ടൻ ഒരുമിക്കുന്ന പേട്രിയറ്റിന്റെ 10ാമത്തെ ഷെഡ്യൂളിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എറണാകുളത്താണ് സിനിമയുടെ ഷൂട്ട് നടക്കുന്നത്. ചെറിയൊരു ഷെഡ്യൂളാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കാത്തിരിക്കും കൂടുതൽ വാർത്തകൾക്ക്. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തിലെ ഏറ്റവും വലിയ സിനിമ പാൻ ഇന്ത്യൻ സിനിമ കാന്താര ചാപ്റ്റർ 1ന്റെ ഈ കാണുന്ന ഒരു കിഡിലൻ പോസ്റ്റർ എന്ന റിലീസ് ആയിരിക്കുകയാണ്. ഋഷഭ് ഷെട്ടി നായകനെ എത്തുന്ന സംവിധാനം ചെയ്യുന്ന സിനിമ ഒക്ടോബർ 2 തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഒരിക്കൽ കൂടി ഇന്ന് കൺഫേം ചെയ്തിരിക്കുന്നു. കാന്താരയുടെ പ്രീക്വലായിട്ടാണ് കാന്താര ചാപ്റ്റർ 1 എന്ന പേരിൽ കാന്താര 2 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷമായിരുന്നല്ലോ ഡിമോണ്ടി കോളനിയുടെ 2ാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇപ്പോഴത്തെ ഡിമോണ്ടി കോളനിക്ക് 3ാം ഭാഗമുണ്ട് എന്നും അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റും ഇന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ പൂജ നടന്നിരിക്കുകയാണ്. ഡിമോണ്ടി കോളനിയുടെ അവസാന ഭാഗം കൂടിയായ ഈ ഭാഗം അരുൾനിധി നായകനെ എത്തുന്ന സിനിമ അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തും. വിഷ്ണു വിശാൽ നായകനെ എത്തുന്ന രാക്ഷസൻ എന്ന സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷത്തോടെ ആരംഭിക്കുമെന്നൊരു റിപ്പോർട്ടാണ് വിഷ്ണു വിശാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ അപ്ഡേറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. മലയാളത്തിലെ നടനും ഒപ്പം തന്നെ സംവിധായകനുമായ ധ്യാൻ ശ്രീനിവാസൻ അടുത്ത സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണല്ലോ. വിനീതിനെ പോലെ തന്നെ തുടർച്ചയായിട്ട് സംവിധാന സംരംഭങ്ങൾ പ്രതീക്ഷിക്കുന്ന ധ്യാനിൽ നിന്നും ഇപ്പോഴത്തെ 2 സൂപ്പർ താരങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ലാലേട്ടനെ വെച്ചൊരു കംപ്ലീറ്റ് എന്റർടൈനർ സിനിമ, ഒരു കോമഡി പടം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ധ്യാൻ എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ പൃഥ്വിരാജിനെ നായകനാക്കി ഒരു ത്രില്ലർ സിനിമ ഒരുക്കാനായിട്ടുള്ള ഒരുക്കത്തിലും ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട് എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ലാലേട്ടനെ പോലെ തന്നെ പൃഥ്വിരാജിന്റെയും ഫാനാണ് താനെന്ന് ധ്യാൻ ശ്രീനിവാസൻ നേരത്തെ അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഭാവിയിൽ ഇവരൊത്ത് സിനിമ ചെയ്യാനായിട്ട് ധ്യാനിനാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.